ഹലോ ഗായ്സ്, ഇത് NCERT 6th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് SSC, PSC, UPSC എന്നീ കാര്യങ്ങൾക്ക് ആവശ്യം വരും. ഈ ടെക്സ്റ്റ് ഒരു സിംപ്ലിഫൈഡ് വെർഷനാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പല ടൈപ്പ് നോട്ടും വാങ്ങും, പുറത്തുനിന്ന് വാങ്ങും, എഴുതിയെടുക്കുക. അപ്പോൾ കുറേ നോട്ട് കാണും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ. പക്ഷേ ഈ ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ തന്നെ ഒരു ഐഡിയയും കിട്ടും. ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഇതിലെഴുതിയിരിക്കുന്ന കാര്യമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, ബട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന അകത്ത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി ഈസി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ. അപ്പോൾ ഈ 6th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് ചാപ്റ്ററാണ് തുടങ്ങുന്നത്, വാട്ട്, വെയർ, ഹൗ ആൻഡ് വെൻ. നല്ല യൂസ്ഫുള്ളാണ്. ഇതിലുള്ളത് മാത്രം ഒന്ന് കേട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് തോന്നുന്നെങ്കിൽ ഇത് റിപ്പീറ്റായിട്ടൊന്ന് കേട്ട് പോയാൽ മതി. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്? അതാണ് ആദ്യമേ അവർ ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരിക്കാം? നമുക്ക് ഒരു ക്യൂരിയോസിറ്റി അകറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ പാസ്റ്റ് പഠിക്കുന്നത്. നമ്മുടെ പൂർവികർ എന്താണ് ചെയ്തിരുന്നത് അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മളെവിടെയാണ് ജീവിച്ചിരുന്നത്? ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വാസമുള്ള സ്ഥലം എവിടെയൊക്കെയായിരുന്നു? നർമ്മദയുടെ തീരത്ത് ആൾക്കാർ വർഷങ്ങളോളം വസിച്ചതായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്നവരൊക്കെ കൂടുതൽ ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ്, ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. പിന്നീട് അവർ കർഷകരായി മാറിക്കാണും. പക്ഷേ ആ ഒരു കാലഘട്ടം മുതലേ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സായിട്ട് ജീവിച്ചിരുന്ന സമയം തൊട്ടേ അവിടെ മനുഷ്യവാസമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു നർമ്മദ. അടുത്തത് നമുക്ക് നർമ്മദ എവിടെയാണെന്ന് അറിയാം. ഇന്ത്യൻ മാപ്പിൽ നർമ്മദ ഒരു മിഡിൽ ഭാഗത്ത് വരും. ഇനി നമ്മൾ നോക്കുന്നത് സുലൈമാൻ ആൻഡ് കീർത്താർ ഹിൽസിനെ കുറിച്ചാണ്. അപ്പോൾ നർമ്മദ, സുലൈമാൻ ആൻഡ് കീർത്താർ ഹിൽസ്. അപ്പോൾ സുലൈമാൻ ആൻഡ് കീർത്താർ ഹിൽസ് കേട്ടിട്ടില്ലായിരിക്കും, കാരണം അതിപ്പോൾ ഇന്ത്യയിലല്ല, പാകിസ്ഥാൻ ആ ഭാഗത്താണ്. നിങ്ങളവിടെ നോക്കിയാൽ കാണാം, സുലൈമാൻ, കീർത്താർ ഇവിടെയായിട്ട് വരും. അവിടെയാണ് ആദ്യമായിട്ട് ക്രോപ്സ് വളർത്തിയത് 8000 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോപ്സ് വളർത്തിയത് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ഈ സുലൈമാൻ കീർത്താർ ഹിൽസിൻ്റെ അവിടെയാണ്. പിന്നെ വില്ലേജസ് ആയി ജീവിക്കാൻ തുടങ്ങി അവിടെയുള്ള ആൾക്കാർ. ഗോട്ടും ഷീപ്പും ഒക്കെ വളർത്തി. പിന്നെ മനുഷ്യവാസമായിട്ടുള്ളൊരു സ്ഥലം പണ്ട് കാലത്ത് ഈ ഗാരോ കുന്നുകളാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തുണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റ്, മ്യാൻമർ ആ ഭാഗങ്ങളിൽ. പിന്നെ വിന്ധ്യാസത്പുര, അവിടെയാണല്ലോ നർമ്മദയുള്ളത്, ആ ഭാഗത്തും മനുഷ്യവാസമായ സ്ഥലമായിരുന്നു. അപ്പോൾ റൈസ് ആദ്യമായിട്ട് വളർത്തിയത് വിന്ധ്യാസിലാണ്. നമ്മൾ പറഞ്ഞു ക്രോപ്സ് വളർത്തിയത് കീർത്താർ ഹിൽസിലാണ്. ഇപ്പോൾ അരി വളർത്തിയത് വിന്ധ്യാസിലാണ്. പിന്നെ ഇൻഡസും ആ ഭാഗങ്ങളും ട്രിബ്യൂട്ടറീസും അവിടെയും മനുഷ്യവാസമായിട്ട് ജീവിച്ചിരുന്ന സ്ഥലമാണ് 4500 വർഷം മുന്നേ. അപ്പോൾ കുറച്ച് പുരോഗമിച്ച രീതിയിൽ ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു ഏരിയയാണ്, ഒരു സിവിലൈസേഷൻ പോലെ. അതാണ് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. പിന്നീട് അത് നശിച്ചു പോവുകയും പിന്നീട് 2500 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ടൈമിൽ ഗംഗയുടെ തീരത്ത് ആൾക്കാർ കൂടുതൽ താമസിക്കാനും സിറ്റീസ് ഉണ്ടാകാനും ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിട്ട് സാമ്യമായിട്ടുള്ള രീതിയിൽ വന്നു. അതാണ് വേദിക് കാലഘട്ടം. അപ്പോൾ ഇൻഡസ് വാലിയിൽ നിന്ന് വേദിക് കാലഘട്ടത്തിലോട്ടുള്ളൊരു ഷിഫ്റ്റ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഇനി ഈ വേദിക് കാലഘട്ടത്തിലുണ്ടായിരുന്ന പല ഗ്രൂപ്പ് കിങ്ഡം പോലെ ചെറിയ ചെറിയ കിങ്ഡംസ്, അതിനെ നമ്മൾ മഹാജനപദ എന്നൊക്കെ പറയും. അതിന് പഠിക്കും. അതിൻ്റെ ഒരു ഭാഗമായ മഗധ, അതൊരു ജനപദമായിരുന്നു. പിന്നെ ഒരു മഹാജനപദമായി, അത് പിന്നെയും വലുതായി. അപ്പോൾ ആ ഒരു വലുതായി അതൊരു പവർഫുള്ളായി മാറാൻ മഗധ കിങ്ഡം പോലെ, എംപയർ പോലെയൊക്കെ ആവാൻ സഹായിച്ചത് ഈ ഗംഗയും അതിൻ്റെ ട്രിബ്യൂട്ടറിയ സോണുമാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഗംഗ സോൺ. അപ്പോൾ അതിനെന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാണും.
പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കാം. മഗധ ഏത് നദികളുടെ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? അങ്ങനെ ചോദിക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും അതുമാത്രം എടുത്തു പറഞ്ഞത്. പിന്നെ ഇവിടെ എന്താണ് നടന്നത്? ഇന്ത്യയിൽ ടോട്ടലായിട്ട് ആൾക്കാർ ഫുൾ ടൈം ട്രാവൽ ചെയ്യുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സീസൺസ് അനുസരിച്ച്. അതിനെക്കുറിച്ച് പറയുകയാണ്. അത് നമ്മുടെ കൾച്ചറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തതും ഫുഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തതും ഒക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ച് പോയാൽ മതി, ആവശ്യമില്ല വലുതായിട്ട്. പിന്നെ ഇന്ത്യയുടെ പേര് വന്നത് എങ്ങനെയാണെന്ന്. ഇന്ത്യ, ഭാരത് എന്ന 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ എന്ന പേര് വന്നത് സിന്ധു നദിയിൽ നിന്നാണ്. ഇറാനിയൻസും ഗ്രീക്സും നമ്മുടെ ഇന്ത്യ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നദിയുടെ ഒരു സൂചികയാണ്, അല്ലെങ്കിൽ സൂചനയാണ് വെക്കുന്നത്. ഈ നദി കടന്ന് എത്തുമ്പോൾ ഇന്ത്യയായി, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഈ നദിയുടെ അപ്പുറത്തുള്ള കരയെ അവർ ഇൻഡോസ്, ഹിന്ദോസ് എന്നൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്. ഭാരത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ക്ലാൻ, അല്ലെങ്കിൽ ഒരു ഗണ, അല്ലെങ്കിൽ അങ്ങനെ പറയാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു തരം ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അങ്ങനത്തെ പല പല ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട്. അതിൽ നിന്നായിരിക്കും ജനപദം ഉണ്ടായത്, പിന്നെ മഹാജനപദം ഉണ്ടായതൊക്കെ. ആദ്യകാല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിൻ്റെ കുറേ, ഇപ്പം നമ്മുടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഭാരത, അടുത്ത് വേറെ ഒരു ഇപ്പം വംശം എന്ന് പറയാം, ഭാരതവംശം, കുരുവംശം, ഇങ്ങനെ പലതും ഉണ്ട്. അതിലൊരു വംശത്തിലുള്ള ആൾക്കാരുടെ പേരായിരുന്നു ഭാരത. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് ഭാരതം എന്നുള്ളൊരു പേരും വന്നത്. അത് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുന്നേ ഹിസ്റ്ററി തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, ഹിസ്റ്ററി. അതിൽ പ്രീ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ റൈറ്റിങ്സും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ, ആൾക്കാർ എഴുതുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം. അപ്പോൾ നമ്മൾ ഈ പാലിയോലിത്തിക്, മെസോലിത്തിക് അതൊക്കെ പറയുമല്ലോ. അപ്പോൾ എഴുത്തൊന്നും ഇല്ല. എഴുത്തുണ്ടെങ്കിൽ തന്നെ വലുതായിട്ടില്ല. സിമ്പിൾസൊക്കെ ആയിരിക്കും, ചിത്രങ്ങളായിരിക്കും, പാറക്കഷ്ണങ്ങൾ, ടൂൾസ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ആ ഒരു കാലഘട്ടമാണ് പ്രീ ഹിസ്റ്ററി, എഴുത്തിന് മുന്നേ ഉള്ള കാലഘട്ടം. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് എഴുത്തുണ്ട്, ബട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കിയെടുക്കണം. ഇന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആ ലാംഗ്വേജ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പാടാണ്. ബട്ട് വേറെ തെളിവുകളുണ്ടെങ്കിലും എഴുത്തുണ്ടെങ്കിലും നമുക്ക് അത് ഡെസിഫർ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഡെസിഫർ എന്ന വാക്കിന് വരും. അതാണ് ആ ഒരു കാലഘട്ടമാണ് പ്രോട്ടോ ഹിസ്റ്ററി. അതിൽ നിയോലിത്തിക്കും വരും, കാൽക്കോലിത്തിക്ക് ഒക്കെ വരും. അടുത്തത് ഹിസ്റ്ററി, അത് എഴുത്തുണ്ട്, നമുക്കതിപ്പോൾ മനസ്സിലാക്കാനും പറ്റുന്നൊരു കാലഘട്ടമാണ്. വേദിക് കാലഘട്ടമൊക്കെ നമുക്ക് എഴുത്തുണ്ട്, നമുക്ക് മനസ്സിലാക്കാനും പറ്റും, കാരണം സംസ്കൃതം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഹിസ്റ്ററിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലും ഈ കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. ഇനി ഈ വാക്കുകളിനെ കുറിച്ച്, ഈ ഡെസിഫർ, ഇൻസ്ക്രിപ്ഷൻ, ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പ്രോട്ടോ ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് മനുസ്ക്രിപ്റ്റ്സ് ആണ്. അന്നത്തെ കാലത്തെ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിരുന്ന ബുക്കുകളെല്ലാം നമ്മൾ മനുസ്ക്രിപ്റ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ വേദിക് കാലഘട്ടത്തിലൊക്കെ എഴുതിയിരുന്നതൊക്കെ മനുസ്ക്രിപ്റ്റ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് വായിക്കുക. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻസ്ക്രിപ്ഷൻസ് എന്നാണ്. എഴുതിയിരിക്കുന്ന ഈ ഒരു റോക്സിലും മെറ്റൽസിലും ഒക്കെ എഴുതിയിരിക്കുന്നത് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയും. മനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബുക്ക്, അല്ലെങ്കിൽ അന്ന് ബുക്കില്ല, പാം ലീവ്സിലൊക്കെ എഴുതിയിരിക്കുന്ന മനുസ്ക്രിപ്റ്റ്സ്. വലിയ വലിയ പാറകളിലൊക്കെ എഴുതിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ്. അന്ന് എഴുതിയിരുന്ന ലാംഗ്വേജ് കൂടുതലും സംസ്കൃതവും പ്രാകൃതവും തമിഴുമായിരുന്നു. പ്രാകൃത് ഓർഡിനറി പീപ്പിൾ സംസാരിച്ചിരുന്നതാണ്. അടുത്തത് ആർക്കിയോളജിസ്റ്റ് എന്ന പദമാണ്. അത് നമുക്കറിയാം, പാസ്റ്റിനെ കുറിച്ച് ചികഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ആർക്കിയോളജിസ്റ്റ്. അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എന്ത് പറയും? എക്സ്കവേറ്റ് ചെയ്യുക എന്ന് പറയും, കുഴിച്ചെടുക്കുന്നതിനെ പറയുന്നത്. അവർ ഈ ഒബ്ജക്ട്സും ഇതൊക്കെ കണ്ടുപിടിക്കും. ഇനി അതിനെ കോഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് വെച്ച് സ്റ്റോറി ഉണ്ടാക്കി അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എഴുതുന്ന ആൾക്കാരെ ഹിസ്റ്റോറിയൻസ് എന്നറിയപ്പെടും. അപ്പോൾ ഇതിൽ നമ്മൾ കേട്ട വാക്കുകളെന്ന് പറയുമ്പോൾ മനുസ്ക്രിപ്റ്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിയോളജിസ്റ്റ്, എക്സ്കവേറ്റ് ആൻഡ് ഹിസ്റ്റോറിയൻസ്. പിന്നീടുള്ളത് ഈ ബുക്കിൻ്റെ പേരിനെ കുറിച്ച് പറയുന്നതാണ്. അത് നമുക്ക് ആവശ്യമില്ല.
പിന്നെ നമ്മൾ ഡേറ്റ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്രൈസ്റ്റ് ജനിച്ചത് തൊട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ക്രൈസ്റ്റ് ജനിച്ചിട്ട് ഇപ്പോൾ 2025 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിന് മുന്നേ ഉള്ളതിനെ നമ്മൾ BC എന്നും അതിന് ശേഷമുള്ള ഇപ്പോഴുള്ള കാലത്തെ AD എന്നും പറയുന്നു. പിന്നെ അത് മാറ്റിയിട്ട് CE എന്നും BCE എന്നും അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് ഒരു വാക്കാണ് ഞാൻ പറഞ്ഞ ഡെസിഫർ. ഡെസിഫർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് എഴുതിയ ലാംഗ്വേജസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും കോഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കും. അതിൻ്റെ മീനിങ് എന്താണ്? ആ ഒരു പ്രോസസ്സിനെയാണ്, അത് കണ്ടുപിടിച്ചെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡിസിഫർമെൻ്റ് എന്ന് പറയുന്നത്, ഡീകോഡിങ് പ്രോസസ്സ്. പിന്നെ സ്ക്രിപ്റ്റ്സ് ആൻഡ് ലാംഗ്വേജസ്. ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഭാഷകൾ, നമുക്കറിയാം ഇന്ത്യയിൽ പല ഭാഷകളുണ്ട്. സ്ക്രിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ എഴുതും ഓരോ ലാംഗ്വേജസ്. ഇപ്പം മലയാളം, തമിഴ് 2 രീതിയിലാണ് എഴുതുന്നത്, 2 അക്ഷരങ്ങളാണ്. അപ്പോൾ അത് 2 സ്ക്രിപ്റ്റ്സാണ്. ബട്ട് ഇപ്പോൾ സംസ്കൃതവും ഹിന്ദിയും എടുത്ത് നോക്കിയാൽ എഴുതുന്നത് ഒരുപോലെയാണ്, ബട്ട് 2 തരത്തിലുള്ള ലാംഗ്വേജാണ്. അപ്പോൾ അതിനൊരു സ്ക്രിപ്റ്റാണുള്ളത്. അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ ഇവിടെ ഒരു വലിയൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡെസിഫർമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈജിപ്തിൽ നിന്ന് റൊസറ്റ എന്ന ഒരു ടൗണിൽ നിന്ന് പണ്ട് കാലത്ത് കണ്ടെടുത്ത ഒരു ഇൻസ്ക്രിപ്റ്റ്, ഒരു കല്ലാണ് കിട്ടിയത്. അതിൽ ഗ്രീക്കും 2 ഈജിപ്ഷ്യൻ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്, ഇപ്പോഴും ഗ്രീക്ക് നിലവിലുണ്ട്, ആ പഴയ ഈജിപ്ഷ്യൻ ലാംഗ്വേജ് അധികം അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഗ്രീക്ക് വെച്ചിട്ട് ആ ഈജിപ്ഷ്യൻ ലാംഗ്വേജസ് അവർ ഡെസിഫർ ചെയ്തെടുത്തു. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അത് വെച്ചിട്ടാണ് പിന്നീട് ഈജിപ്ഷ്യൻ റവല്യൂഷനെ കുറിച്ചും പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് കൂടുതൽ വിവരം നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇത് ഇത്രേ ഉള്ളൂ. ഇതിലുള്ള കാര്യങ്ങൾ ആണ് ഞാനിതിൽ എഴുതിയിരിക്കുന്നത്. ഏകദേശം ഒരുപോലെയാണ്, വലിയ വ്യത്യാസമില്ല. ബട്ട് ഇതിൽ കൂടുതൽ നോട്ട്സ് ഉണ്ട്. പക്ഷേ ഏകദേശം ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇതിലുള്ളതാവും, എക്സ്ട്രാ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നിങ്ങൾക്കിത് ഉപയോഗപ്പെട്ടെങ്കിൽ താങ്ക്സ്. താഴെ ഒരഭിപ്രായം പറയണം, എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ കൂടുതൽ പറഞ്ഞു തരണം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ എനിക്കറിയില്ല. എല്ലാവർക്കും ഒരു ഗുണമാവട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.